വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെല്ല് രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു. നടുവേദന, കഴുത്തുവേദന, പുറംവേദന, ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ, താക്കോൽദാര ശസ്ത്രക്രിയകൾ, സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ, നട്ടെല്ലിൽ ഉണ്ടാകാവുന്ന വളവുകൾ, നട്ടെല്ല് രോഗ വിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം. കൂടുതൽ വിവരങ്ങൾക്ക് 9188401016. മാക്സ് കെയർ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി നഗരസഭയിൽ നടക്കുന്ന വോട്ടിംഗ് ഹിയറിംഗിൽ അപാകതയുള്ളതായി നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാരായ SA ആസാദ്, PN വൈശാഖ് എന്നിവർ ആരോപിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് 18 വയസ്സ് പൂർത്തിയായ 2006 ജനുവരി മാസം 18 വയസ്സായി പൂർത്തിയായ ആളുകൾക്ക്, അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പേര് ചേർക്കുന്നതിനും താമസ സ്ഥലങ്ങൾ മാറുന്നതിനും വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടിക ക്രമീകരണത്തിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ കഴിഞ്ഞ 29, 30, 31 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിയറിങ്ങുകൾ പല ദിവസങ്ങളിൽ പല നിയമങ്ങൾക്ക് വിധേയമായി ജനങ്ങളെ വോട്ട് അവകാശം വിനിയോഗിക്കാൻ വേണ്ടി ഹിയറിങ്ങിന് വരുന്നവരെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വാർത്ത നൽകുന്നത്. ഓരോ ദിവസവും ഓരോ നിയമം. 29-ാം തീയതി വന്നപ്പോൾ വരുന്നവർക്കൊക്കെ ടോക്കൺ കൊടുത്തു, 30-ാം തീയതി വന്നപ്പോൾ കൊടുത്തു, 31-ാം തീയതി വന്നപ്പോൾ കൊടുത്തു. പിന്നെ അതിനുശേഷം ടോക്കൺ സംവിധാനത്തിൽ മാറ്റം വന്നു. ഇവരൊക്കെ ടോക്കൺ കൊടുക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയിലുള്ളതാണ്. മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരാണെങ്കിലും താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് അവരാണ് ഈ ടോക്കൺ സംവിധാനം നൽകുന്നത്. ടോക്കൺ ഇപ്പോൾ പല പക്ഷപാതപരമായില്ല, പല വിധത്തിലും ടോക്കൺ സംവിധാനത്തിൽ അപാകതകളുണ്ട്. ടോക്കൺ വിതരണം ചെയ്യുന്നതിലും അപാകതയുണ്ട്. രാവിലെ മുതൽ ഹിയറിംഗിനായി എത്തുന്നവർ നട്ടം തിരിയുന്ന അവസ്ഥയിലാണുള്ളതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. പ്രിയമുള്ളവരെ, വടക്കാഞ്ചേരി നഗരസഭയുടെ ഹിയറിംഗ് എന്ന പേരിൽ ഇവിടെ ആളുകളെ വിളിച്ചു വരുത്തി കാലത്തു മുതൽ വൈകുന്നേരം വരെ ആളുകളോടെ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ നഗരസഭയിൽ കാണുന്നത്. മുമ്പ് ഇവിടെ ഹിയറിംഗ് ആദ്യഘട്ടത്തിൽ സ്മൂത്തായി പോയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് ഈ വരുന്ന ആളുകളെ എങ്ങനെ തിരിച്ചുവിടാം, തങ്ങൾക്കെതിരെയാണ് ഈ വരുന്ന വോട്ട് എന്ന് ഇവിടെ ഭരിക്കുന്ന ആളുകൾ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, CPM-ൻ്റെ ആളുകൾ മനസ്സിൽ വിചാരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വരുന്ന ആളുകളെ മാക്സിമം ബുദ്ധിമുട്ടിച്ച് വോട്ടിങ്ങിൻ്റെ പ്രക്രിയയിൽ ഭാഗമാവാതിരിക്കാൻ അവരെ തിരിച്ചുവിടുന്നതിന് വേണ്ടി കൃത്യമായി ടോക്കൺ വിതരണം നടത്താതെ കൃത്യമായി ആളുകളെ കാലത്ത് 10 മണിക്ക് ഇവിടെ ഹിയറിംഗ് ഇവിടെ തുടങ്ങുന്നത് 10:45-നും 11 മണിക്കാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 11:30 വരെ ഏകദേശം 3/4 മണിക്കൂർ ഇരുന്ന് 30 ആളെ ഹിയറിംഗ് തീർക്കാൻ സാധിച്ചിട്ടില്ല. ഏകദേശം 200-ലധികം ടോക്കൺ വിതരണം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ആളുകളുടെ ഹിയറിംഗ് കഴിയണമെങ്കിൽ എത്രത്തോളം സമയമെടുക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ഹിയറിംഗിന് ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അവർ തൻപ്രാമാണിത്വം ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യമേ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളൂ: ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ ഞങ്ങളുടെ സമ്മതം വാങ്ങേണ്ടി വരും. ഇവിടെ പല ആളുകളെയും താൽക്കാലിക ജീവനക്കാരെ ഹിയറിംഗിൻ്റെ പേരിൽ ഹിയറിംഗിന് ഉദ്യോഗസ്ഥരെ കൂടെ ഇരുത്തി DYFIയുടെയും CPIM-ൻ്റെയും അനുകൂലമായിട്ടുള്ള ആളുകളെ ഹിയറിംഗിന് അതിൻ്റെ അകത്ത് പിടിച്ചിരുത്തുന്ന സംവിധാനം, ആ സംവിധാനത്തിനെതിരെയാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നത്. CPIM-ൻ്റെ ആളുകൾ, ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാർ, എല്ലാവർക്കും അറിയാം, ഏകദേശം 35ഓളം ഇടതുപക്ഷക്കാരെയാണ് ഇവിടെ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചിട്ടുള്ളത്. അവരാണ് ഈ തെരഞ്ഞെടുപ്പ് കൺട്രോൾ ചെയ്യുന്നത്. അത് എങ്ങനെ ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ഈ താൽക്കാലിക ജീവനക്കാരെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ നഗരസഭ ഉപരോധിക്കുന്ന സമര പരിപാടികളിലേക്ക് കടക്കാൻ നിർബന്ധിതമാവുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുക. വോട്ടിംഗ് ഹിയറിംഗിൽ അപാകതയുള്ളതായി BJP നേതാക്കളും ആരോപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ. മണ്ഡലത്തിൻ്റെയും താലൂക്കിൻ്റെയൊക്കെ ചുമതലയുള്ള ആളുകൾ. ഇപ്പം നമ്മൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും വന്ന് നിൽക്കുന്നത്. ഒരുപാട് ആളുകൾ കാലത്ത് മുതൽ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 30 വരെ ടോക്കൺ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് 3-4 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്നത്. ഈ സിസ്റ്റം, ഇതിൻ്റെ സംവിധാനം തന്നെ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് സ്വാധീനമുള്ള ആളുകൾ അവരാദ്യം കയറി പോകുന്നു.
CPM ആളുകൾ, മറ്റാളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ആ വ്യവസ്ഥ തന്നെ മാറണം. കാരണം ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഒരുപാട് ആളുകൾ, കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം വന്ന് പെട്ടെന്ന് തിരിച്ചു പോകാന്നുള്ളതിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരുപാട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഈ സംവിധാനം, ഈ സിസ്റ്റം തന്നെ മാറ്റിയായിട്ടാണ് ഇവർ ചെയ്യേണ്ടത്. അതുതന്നെ CPM അനുകൂലമായിട്ടുള്ള കുറേ ആളുകൾ അവർ കയറി പോകുന്നൊരു അവസ്ഥയുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കുകയാണ്. ഈ സിസ്റ്റം തന്നെ മാറ്റണം. ഇവിടെ വരുന്ന ആളുകൾക്ക് ഓർഡർ പ്രകാരം നമ്പർ കൊടുക്കാൻ സാധിക്കണം. ടോക്കൺ സിസ്റ്റം ഉണ്ട്, ആ ടോക്കൺ സിസ്റ്റം പ്രകാരം കൊടുക്കണം. ആ കൊടുക്കുന്ന ആളുകളെ ഓർഡർ അനുസരിച്ച് കയറ്റാൻ സാധിക്കണം. ഇതൊന്നുമില്ലാതെ അവരവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനം മാറണം. മാറിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.